നമ്മളിപ്പോൾ ഉള്ളത് മുനിയറയ്ക്കുള്ളിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പണ്ടുള്ള ആളുകൾ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. ശരിക്കും ശിലായുഗത്തിൽ പാണ്ഡ്യന്മാർ നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. മറയൂരിൽ നിന്ന് കാന്തല്ലൂരിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ ആനക്കോട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിട്ടുള്ളത്. അസ്ഥികുടങ്ങളും അതുപോലെ തന്നെ മൺകുടങ്ങളും അങ്ങനെയുള്ള പല സാധനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇവരുടെ ശവക്കല്ലറകളാണെന്നും പറയപ്പെടുന്നുണ്ട്. മുനിയറയ്ക്കുള്ളിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ. ഇതൊക്കെ മുനിയറകളാണ്. ഒരാൾക്ക് അതിനകത്ത് പ്രവേശിക്കാവുന്ന രീതിയിലാണ്. കണ്ട അതിനകത്ത് കയറി കിടക്കാം, ആ രീതിയിലുള്ളതാണ്. നമ്മളിപ്പോൾ ഉള്ളത് മറയൂരിൽ നിന്ന് കാന്തല്ലൂരിലേക്ക് പോകുന്ന റൂട്ടിലാണ്. ഈ ആനക്കോട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഇത് ഒരു മുനിയറയാണ് കേട്ടോ. മുനിയറകൾ അനേകം വർഷങ്ങൾക്ക് മുമ്പുള്ള മുനിയറകളാണ് ഇവിടെ ഉള്ളത്. അത് ഒന്നും രണ്ടുമല്ല, ഒത്തിരി നമുക്ക് കാണാം. പക്ഷെ ഇതിനകത്തേക്ക് വരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഒരു സംഭവം കേട്ടോ. അതിവിടെ വന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. പോരെങ്കിൽ ഇപ്പം നല്ല മഴയും ഇതിനകത്തൊക്കെ വരും. ഇത് കണ്ട ഒരു ഇലയെ പോലും വിടത്തില്ലെന്നുള്ളത് മലയാളീസ് അവരുടെ പേരല്ലേ. സാനിയ, ബിജു, മാലിക്, അത് ഹിന്ദിക്കാര്. ചിഞ്ചു ആൻഡ് രഞ്ജിത്ത്. എന്തൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത്. എല്ലാം എഴുതിയിട്ടുണ്ട് പേര്. ഇത് ശരിക്കും മുനിയറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പല രീതിയിലാണ് പറയപ്പെടുന്നത്. ഒന്ന്, അവർ വസിച്ചിരുന്ന അറകളാണ് മുനിയറ എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അവരെ ഇരുത്തി അവരെ സംസ്കരിച്ച അല്ലെങ്കിൽ അവർ മരണശേഷം അവരെ അടക്കിയ സ്ഥലമാണ് ഈ മുനിയറകൾ എന്നൊക്കെ ഇതിനെ പറയപ്പെടുന്നു. ഐതിഹ്യം. നമ്മളെ പിടിച്ച് വലിച്ചൊരു ഫീല്. മുള്ളാണ്, മുള്ളുകടിയാ. വലിച്ചു അത്രേ ഉള്ളൂ. ശ്രദ്ധിക്കുക, വരുന്നവരാണെങ്കിൽ സൂക്ഷിച്ചു വരിക. ചോര കണ്ടു കേട്ടോ, ചോര കണ്ടു. ഒരിക്കലെങ്കിലും വരണം ഇങ്ങോട്ടൊക്കെ. ഒരിക്കലും ആരെങ്കിലും ഒരാൾ ഇതുപോലെ ഇടുക്കിക്ക് കാന്തല്ലൂർ ഭാഗത്തേക്ക് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഇതിനെപ്പറ്റി എന്താണെന്ന് അറിയുക. ഇവിടെ പുറത്തുള്ള സെക്യൂരിറ്റി ചേരുന്നുണ്ട്. പുള്ളിക്കാരൻ തമിഴിനാണ് ആളിനോട് പറഞ്ഞ ആൾ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പണ്ടത്തെ കസേര മോഡലിൽ ഇരിക്കാവുന്ന സംഭവങ്ങൾ അതുപോലെ എല്ലാം ഉണ്ട്. അതേപോലെ ഇത് കണ്ടത് അവിടെയും എല്ലാം ഉണ്ട്. ഈ പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ ഗവേഷകർ, ഈ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഒട്ടേറെ ഇത്, പിന്നെ ചരിത്രം അറിയാൻ ഇഷ്ടപ്പെടുന്നവർ, ചില ആൾക്കാരുണ്ടല്ലോ. ഇപ്പം ഓരോരുത്തർക്ക് അതിൽ ഈ ചരിത്രം ഇഷ്ടപ്പെടുന്ന കുട്ടികൾ, അങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായും വേറെ ആര് വന്നില്ലെങ്കിലും പഠിക്കുന്ന കുട്ടികൾ
ഇത് കണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം പ്രാചീന കാലത്തെ ആളുകൾ എങ്ങനെയാണ് വസിച്ചിരുന്നത്, ജീവിച്ചിരുന്നതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മുനിയറ നോക്കില്ല അവിടെ, മുനിയറയാണ് അവിടെ ആണല്ലോ അവിടെ. അതെ, അതല്ല അവരുടെ വീടാണ് തോന്നുന്നു. അത് അവരുടെ വീടാണ് തോന്നുന്നു കേട്ടോ. ആ വീട് ആ രീതിയിൽ താമസിക്കുന്ന വീടുകളാണ് തോന്നുന്നത് അല്ലേ? ഇതേപോലെ തന്നെ ജീവിക്കുന്ന വീട്. അതെ അതെ, ഏതോ ആ കാണുന്ന വീട്, അല്ലേ? ആ കാണുന്നത്. ഇപ്പോഴത്തെ പ്രവേശന ഫീസ് 20 രൂപയാണ് കേട്ടോ. മുമ്പ് സത്യം പറഞ്ഞാൽ 10 രൂപയെ വർഷങ്ങൾക്ക് മുമ്പുണ്ട്. ചില 1-2 വർഷങ്ങൾക്ക് മുമ്പ് വരെ 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് 20 രൂപയാണ് ഈടാക്കുന്നത്. മറ്റ് ക്യാമറയ്ക്ക് ഒന്നും വേറെ പൈസയൊന്നും ഈടാക്കുന്നില്ല. ഇവിടെയൊക്കെ എന്നാൽ കുറേ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ആൾക്കാർ ആടിനെ മേയ്ക്കുന്നവരാണ്. ഫാമിലിയാ ഇവിടെ താമസിക്കുന്നവരാ. എന്തായിരിക്കുമല്ലോ എന്നാലും അതെ അതെ, ഇതാണ് സാധനം. ഇതെല്ലാം കത്തിയാണ് സാധനം. അകത്തേക്കുണ്ടാ വെള്ളോ അത്. ഓ ഗായ്സ്, കണ്ട നമ്മളിപ്പോൾ ഉള്ളത് മുനിയറയ്ക്കുള്ളിലാണ് കേട്ടാ. ശരിക്കും പറഞ്ഞാൽ പണ്ടുള്ള ആളുകൾ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം വലിയൊരു കോൺക്രീറ്റ് കെട്ടിടത്തെക്കാളും ഉറപ്പോടുകൂടി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് ഇത്. കണ്ട 4 വർഷവും നല്ല കരിങ്കല്ല് പാളികൾ. അന്നുള്ള ആളുകൾ ഇന്നത്തെ പോലെ യന്ത്ര സാമഗ്രികളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. ഒരുപക്ഷെ കൈകൊണ്ടൊക്കെ ആയിരിക്കും ഇത് കുഴിച്ചു അല്ലെങ്കിൽ സ്ഥാപിച്ചൊക്കെ വെച്ചിട്ടുള്ളത് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇവർ കൊത്തി ആ ഒരു പാറയെ ഇങ്ങനെ ആക്കിയെടുത്തതുമാകാം. പക്ഷെ എന്താണെന്ന് പറഞ്ഞാലും ഈ പണ്ടുള്ള ആളുകൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം വേറൊന്നുമല്ല, ചെറിയൊരു വീടിൻ്റെ എല്ലാ സെറ്റപ്പും ഉണ്ട്. എല്ലാ സെറ്റപ്പും വെച്ചാൽ ഇപ്പോൾ അടുക്കളയും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നല്ല. ഇത് കണ്ടോ, ഒരാൾക്ക് സുരക്ഷിതമായിട്ട്, അല്ലെങ്കിൽ ഒരാൾക്കല്ല, ഒരു ഫാമിലിക്ക് 3 പേർക്കൊക്കെ നല്ല സുഖമായിട്ട് ഇപ്പോഴും കിടന്നുറങ്ങാവുന്ന രീതിയിലാണ് ഈ ഒരു ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇത് നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതം ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണിത്. ഇത് ശരിക്കും ശിലായുഗത്തിൽ പാണ്ഡ്യന്മാർ നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് അന്നുള്ള ആദ്യ മനുഷ്യർ അന്ന് ഈ വന്യമൃഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു വീട് പോലെ ഉള്ള ഇതൊക്കെ നിർമ്മിച്ചിരുന്നത്. അത് വലിയ കൂറ്റൻ പാറക്കല്ലുകൾ 4 വശത്തായിട്ട് കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മേളിൽ വേറെ ഒരു വലിയ പാറക്കല്ല് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫ്രണ്ടിൽ കയറി ഇറങ്ങാനും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കിളിവാതിലും വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാവുന്നത്. ഇത് 1000 വർഷങ്ങൾക്ക് മേലെ പഴക്കമുണ്ട്. ഇവിടുത്തെ മറയൂർ, കാന്തല്ലൂർ ഭാഗങ്ങളിലെല്ലാം പല സ്ഥലങ്ങളിലും ഇത് കണ്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല പഴനി അങ്ങനെയുള്ള തമിഴ്നാടുകളിലൊക്കെ ഇതിനോട് സാമ്യമുള്ള പല മുനിയറകളും കണ്ടെത്തിയിട്ടുണ്ട് ഇതിനോടകം. മാത്രമല്ല ഇതിനു മുമ്പ് പല പ്രാവശ്യങ്ങളിലായിട്ട് ഇതിന്റെ ഈ മുനിയറകളുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ
അസ്ഥികൂടങ്ങളും അതുപോലെ തന്നെ മൺകുടങ്ങളും അങ്ങനെയുള്ള പല സാധനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇവരുടെ ശവക്കല്ലറകളാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇത് ആദിവാസി സമൂഹത്തിൽ നിന്നാണ് ഓരോ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഒപ്പം തന്നെ പണ്ട് മുനിമാർ തപസ് അനുഷ്ഠിച്ചിരുന്ന മുനിയറകളാണെന്നും ഇത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പല രീതിയിലുള്ള കഥകളോ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ തീർച്ചയായും എന്തായാലും ഇതിൽ എത്ര പ്രകൃതിക്ഷോഭം വന്നാലും ഇതൊരിക്കലും ഇളകാതെ പോകാതെ നിൽക്കുമെന്നുള്ളതിന് തെളിവാണ്. പല പ്രശ്നങ്ങളുണ്ടായിട്ടും ഇതൊന്നും പോകാതെ ഇന്നും പല നമ്മൾ നിർമ്മിച്ച പല കെട്ടിടങ്ങൾ തകർന്നു വീണപ്പോഴും ഈ കെട്ടിടങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ വെച്ച പാറക്കല്ലുകളൊക്കെ ഇന്നും മല പോലെ തന്നെ ഉറപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നൊക്കെ സ്വർണങ്ങളും ആയുധങ്ങളും അങ്ങനെ പല സംഭവങ്ങളും ഇതിനുണ്ട് അടുത്തു നിന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ മണ്ണിൽ നിന്നൊക്കെ ചുവന്ന മണ്ണുകളും ഒക്കെ ഇതിനൊപ്പം ഉണ്ട്. അതൊക്കെ പണ്ടത്തെ സംസ്കരിച്ചതിൻ്റെ അതിലെ അവശിഷ്ടങ്ങളൊക്കെ ആണെന്നൊക്കെ പല രീതിയിലൊക്കെ ഓരോ പഠനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല പഠനങ്ങളും നടത്തി കഴിഞ്ഞതൊക്കെയാണ് ഈ സ്ഥലത്തെക്കുറിച്ച്. ഇതൊക്കെ എങ്ങനെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാനായിട്ട് സാധിക്കും. എന്തായാലും തീർച്ചയായും ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. നമ്മളോർത്തു ഇതൊക്കെ കഴിഞ്ഞു തീർന്നു എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ നമ്മൾ പോകുന്തോറും വീണ്ടും വീണ്ടും ഇതിങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ മുനിയറ തീർച്ചയായിട്ടും നഷ്ടം തന്നെയായിരുന്നു. അവിടേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അവിടെയൊക്കെ എല്ലാവർക്കും കാണാം. അവിടെ ഇപ്പൊ സൂചിച്ച് കാണിച്ചാ അവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഒന്നും രണ്ടും അല്ല ലക്ഷക്കണക്കിനുണ്ടെന്ന് കണ്ടിട്ട് ഇപ്പൊ നമ്മൾ ഇത്രേ കാണുന്നുള്ളൂ. അവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതുണ്ട് അതുപോലെ ഈ ഭാഗത്തൊക്കെ ഇതുപോലെ കാണാൻ കേട്ടോ. താഴത്തും മുകളിലും എല്ലാം ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കാണാൻ കേട്ടോ. എനിക്കിന്ന് അതുപോലത്തെ ഏതൊരു വലിയ വീട്ടിലാണെന്ന് തോന്നണം അവര് താമസിക്കുന്നത്. സിംഗിൾ ബെഡ്റൂം, എല്ലാം സിംഗിൾ ബെഡ്റൂമാണ്. മുനികൾ മാത്രം, ഇവരില്ല, സ്ത്രീകൾക്ക് ഇവിടെ ഇതില്ല. നല്ല വ്യൂ ഉണ്ട് കേട്ടോ. കാന്തല്ലൂർ ടൗൺ മൊത്തം നമുക്ക് കാണാം. മറയൂർ ടൗൺ കണ്ടത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, മൊത്തം ഉണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണിച്ചത്. 20 രൂപയെ പാസ്സുള്ളൂ. നിങ്ങൾ വരുന്നവർ ഉണ്ടെങ്കിൽ, പഠിക്കാൻ താല്പര്യമുള്ളവർ, ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ള ആളുകളൊക്കെ ഈ കാന്തല്ലൂർക്ക് പോകുന്ന ഈ വഴി ആനക്കോട്ടപ്പാറയിലൊന്ന് വരിക, വന്ന് ഈ കാഴ്ചകളൊന്ന് കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട്. മൻസൂർ മുഹമ്മദ്.